നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. രാജ്യം ഇന്നു മുതൽ പുതിയ GST നിരക്കിലേക്ക് മാറുന്നു. വലിയ രീതിയിൽ വിലക്കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. GST നിരക്ക് മാറ്റത്തിൽ ബോധവൽക്കരണത്തിന് ഒരുങ്ങുകയാണ് BJP. ഇന്നു മുതൽ ഒരാഴ്ച GST സേവിങ്സ് വാരമായി ആചരിക്കും. നിരക്കുകളിലെ മാറ്റത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കും. പദയാത്രകൾ നടത്താനും തീരുമാനമായിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. GST സേവിങ്സ് ഉത്സവത്തിന് ഇന്നു മുതൽ തുടക്കമാവുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഇന്നലെ സംസാരിച്ചപ്പോഴാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജനങ്ങൾക്ക് നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് തുടങ്ങിയ മോദി സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്ന് ഈ മാറ്റമെന്നു പറഞ്ഞു. ഈ പരിഷ്കാരം ഇന്ത്യയുടെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും മധ്യവർഗം, യുവാക്കൾ, കർഷകർ അങ്ങനെ എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമെന്നും ദൈനംദിന ആവശ്യങ്ങൾ വളരെ കുറഞ്ഞ ചിലവിൽ നിറവേറ്റപ്പെടുമെന്നും നികുതി ഭാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് മോചനം ഉണ്ടാകുമെന്നും നവമധ്യ വർഗത്തിന് ഇരട്ടി ഐശ്വര്യമാണ് ഉണ്ടാവുകയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 22 മുതൽ 29 വരെ GST സേവിംഗ് ഫെസ്റ്റിവൽ ആചരിക്കാൻ BJP GST പരിഷ്കരണത്തിന്റെ ഗുണവശങ്ങളെക്കുറിച്ച് താഴെത്തട്ടിൽ വരെ ബോധവൽക്കരണം നടത്തുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തങ്ങളുടെ മണ്ഡലത്തിൽ പദയാത്ര നടത്തി വിവിധ തട്ടിലുള്ളവരുമായി സംവദിക്കാൻ പാർട്ടി MPമാർക്ക് BJP നിർദ്ദേശം നൽകി. എയിംസ് ആലപ്പുഴയിൽ തന്നെ സ്ഥാപിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വികസന കാര്യങ്ങൾ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് പിന്നോക്കം നിൽക്കുന്ന ആലപ്പുഴയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആലപ്പുഴയിൽ എയിംസ് വേണ്ടെന്ന് ആരെങ്കിലും വാദിച്ചാൽ താൻ അത് നിർബന്ധമായും തൃശ്ശൂരിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിലെ എയിംസ് ആലപ്പുഴയിലാണ് വരേണ്ടതെന്ന് രമേശ് ചെന്നിത്തല. മെഡിക്കൽ സൗകര്യം കുറവുള്ള ജില്ലയാണ് ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ജനങ്ങൾക്ക് ഏറെ പ്രയാസം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയിംസ് വരേണ്ടത് ഇവിടെയാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സംസ്ഥാനത്തെ മന്ത്രിമാരെ ബഹു ചേർത്ത് വിളിക്കണം തീരുമാനത്തെ എതിർത്ത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കൊളോണിയൽ ശീലങ്ങളെ എതിർത്ത സംസ്ഥാനമാണ് കേരളമെന്നും സർക്കാർ പുറത്തിറക്കിയ ഈ നിർദ്ദേശം തിരുത്തുകയാണ് നല്ലതെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. CPIയിൽ പ്രായപരിധി കർശനമായി നടപ്പാക്കുമെന്നും ജനറൽ സെക്രട്ടറിക്ക് ഇത് ബാധകമാണെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. താൻ CPI ജനറൽ സെക്രട്ടറി ആകുമോ എന്ന് ഇപ്പോൾ പറയുന്നത് ശരിയല്ലെന്നും പ്രായപരിധി പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണെന്നും അത് വ്യക്തികൾക്കായി മാറ്റാനാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി സന്നിധാനത്ത് തിരിച്ചെത്തിച്ചു. കോടതി അനുമതി വാങ്ങി ശില്പങ്ങൾ സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കും. അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയായിരുന്നു ചെന്നൈയിലെ കമ്പനിയിലേക്ക് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയത് വലിയ വിവാദം ആയിരുന്നു. ആഗോള അയ്യപ്പ സംഗമം ലോക പ്രശസ്ത വിജയമെന്നും 4000-ലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഗമം പരാജയമെന്നത് മാധ്യമപ്രചരണമാണെന്നും നാണവും മാനവും ഇല്ലാതെ കള്ളം പ്രചരിപ്പിച്ചുവെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം വേണമെങ്കിൽ AI ദൃശ്യങ്ങളും ഉണ്ടാക്കിക്കൂടെ എന്നതായിരുന്നു സംഗമ സദസ്സിലെ ഒഴിഞ്ഞ കസേരകളെക്കുറിച്ച് MV ഗോവിന്ദൻ നൽകിയ വിചിത്ര വിശദീകരണം. ശബരിമലയിലെ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയ പിണറായി വിജയന്റെ കാർമ്മികത്വത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രാഷ്ട്രീയ ദുഷ്ടലാക്കൂടെ സംഘടിപ്പിച്ച അയ്യപ്പ സംഘവും പ്രഹസനമെന്ന് VD സതീശൻ. ഒഴിഞ്ഞ കസേരയിൽ AI നിർമ്മിതിയെന്ന് പറഞ്ഞ് ജനങ്ങളുടെ പൊതുബോധത്തെ ചോദ്യം ചെയ്ത MV ഗോവിന്ദൻ സ്വയം അപഹാസ്യനാകരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. യോഗി ആദിത്യനാഥിന്റെ ആശംസ അഭിമാനത്തോടെ വായിച്ചതിലൂടെ സർക്കാർ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും VD സതീശൻ പ്രസ്താവനയിൽ ചോദിച്ചു. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തട്ടിപ്പാട് നടന്നതെന്നും അയ്യപ്പ ഭക്തരായ വിശ്വാസ സമൂഹത്തിന് മനസ്സിലായെന്നും വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മെസ്സേജ് വായിക്കാൻ ദേവസ്വം മന്ത്രിക്ക് വലിയ ആവേശമായിരുന്നുവെന്നും KC വിമർശിച്ചു. ഒഴിഞ്ഞ കസേരയുടെ ദൃശ്യം എടുത്തത് പരിപാടിക്ക് മുൻപാണ് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷം പോയ സെഷനിൽ പങ്കെടുത്തവരാണ് 5000 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന പന്തലാണ് ഒരുക്കിയതെന്നും പരിപാടി തുടങ്ങും മുമ്പ് ഫോട്ടോ എടുത്ത് തെറ്റായ പ്രകടനം നടത്തിയെന്നും മന്ത്രി ആരോപിച്ചു. ആഗോള അയ്യപ്പ സംഗമം വിശ്വാസവഞ്ചനയെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതിലാണ് പരിപാടി ദയനീയമായി പരാജയപ്പെട്ടതെന്നും മുസ്ലിം ലീഗ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ K അനിൽകുമാറിന്റെ ആത്മഹത്യ ചൊല്ലി വിവാദം തുടരുന്നു. പോലീസിന്റെ ഭീഷണിയാണ് ആത്മഹത്യയ്ക്ക് പിന്നിലല്ലെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് BJP. എന്നാൽ അനിൽകുമാറിനെതിരെ കേസെടുത്തിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് തമ്പാനൂർ പോലീസിന്റെ വിശദീകരണം. ആരും സഹായിക്കില്ലെന്നും തനിച്ചായെന്നുമായിരുന്നു ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. പാർട്ടി മുരടിപ്പെന്ന് 25 CPI പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം. 32 പേരുള്ള കരട് സംഘടനാ റിപ്പോർട്ടിൽ ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറാതിരിക്കുകയാണെന്നും ഇത് പാർട്ടിയുടെ ഊർജ്ജം കൊടുത്തുകയാണെന്നുമാണ് റിപ്പോർട്ടിലെ വിമർശനം. സ്ത്രീകൾക്ക് അധികാരം നൽകാൻ പാടില്ലെന്ന ചിന്ത പാർട്ടിയിലുണ്ടെന്നും ഫണ്ട് പിരിവിൽ കേരളം മാതൃകയാണെന്നും ജനങ്ങളിലേക്ക് എത്തിയാണ് കേരളത്തിൽ ഫണ്ട് പിരിവെന്നും റിപ്പോർട്ടുകൾ.
ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരാക്കണമെന്ന് CPM നേതാവ് മുൻ മന്ത്രിയുമായ ജി സുധാകരൻ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനത്തിലാണ് ജി സുധാകരന്റെ പ്രസ്താവന ഹമാസ് തിരിച്ചടിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ പുനഃസംഘടിപ്പിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. SFI പ്രവർത്തകർക്ക് നേരെ ലാത്തിചാർജ് നടത്തിയ സംഭവത്തിന് പിന്നാലെ കോട്ടയം DSPക്ക് സ്ഥലം മാറ്റം. കോട്ടയം CMS കോളേജിൽ തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തിൽ ലാത്തിചാർജ് നടത്തിയതിന് കോട്ടയം DSP KG അനീഷിനെയാണ് സ്ഥലം മാറ്റിയത്. അനീഷിനെ പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത്. കോൺഗ്രസ് സമരത്തിനിടെ കളക്ടറേറ്റ് സമീപം KSRTC സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ പോലീസുകാരൻ അകാരണമായി ക്രൂരമായി മർദ്ദിച്ച പരാതിയിൽ മലപ്പുറം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് സഭയ്ക്കെതിരെ വകുപ്പ് നടപടി സ്വീകരിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. 2020 സെപ്റ്റംബർ 19 നടന്ന മർദ്ദന ദൃശ്യങ്ങൾ സഹിതമാണ് ശിവരാമൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. പ്രിയങ്ക ഗാന്ധി MP സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മലപ്പുറം കീഴ്ശ്ശേരിയിലെ വീട്ടിലെത്തിയാണ് പ്രിയങ്ക ഗാന്ധി ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കണ്ടത്. അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ച പ്രതീക്ഷ നൽകുന്നതാണെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാൽപ്പാറയിൽ ഇ-പാസ് സംവിധാനം ഏർപ്പെടുത്തും. നവംബർ 1 മുതൽ വാൽപ്പാറയിൽ ഇ-പാസ് സംവിധാനം നിലവിൽ വരും. വാൽപ്പാറയിലേക്കുള്ള വാഹന പ്രവേശനം നിയന്ത്രിക്കുന്നതിന് ഇ-പാസ് സംവിധാനം ഏർപ്പെടുത്താൻ മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. കേരളത്തിലേക്ക് നിക്ഷേപം നടത്താൻ താൽപര്യം അറിയിച്ച ന്യൂജേഴ്സി ഗവർണർ ഫിലിപ്പ് D. മർഫി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര വാണിജ്യ സഹകരണം ഊട്ടിയുറപ്പിക്കാൻ കൂടിക്കാഴ്ച ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ലുലു ഗ്രാൻഡ് ഹയാത്തിൽ നടന്ന ബിസിനസ് പാർട്ണർഷിപ്പ് മീറ്റിലും അത്താഴ വിരുന്നിലും പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീം പ്രതിയായ കേസിൽ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി തള്ളി. കീഴ്ക്കോടതി വിധി സുപ്രീം കോടതി ശരിവെച്ചു. ഹർജി തള്ളിയോടെ ഇനി റഹീമിനെതിരെ മറ്റു നടപടികൾ ഉണ്ടാവില്ല. മോചനത്തിലേക്കും കാര്യങ്ങൾ ഇനി എളുപ്പമാകും. വിധിയിൽ റഹീം നിയമസഹായ സമിതി സന്തോഷം പ്രകടിപ്പിച്ചു. CPM നേതാവ് KJ ഷൈനെതിരായ സൈബർ ആക്രമണ നടപടികൾ വേഗത്തിലാക്കാൻ മെറ്റയോട് ആവശ്യപ്പെട്ടു. അന്വേഷണ സംഘം മെറ്റയിൽ നിന്നുള്ള റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ. അതേസമയം കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ ഭാര്യയും തനിക്കെതിരായ സൈബർ ആക്രമണത്തിൽ പരാതി നൽകിയിട്ടുണ്ട്. കുടുംബത്തിനെ വേട്ടയാടുന്നതാണ് പരാതി. അധ്യാപകരുടെ കുറവ്, ശമ്പളത്തിൽ അപാകത തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് KGMSTA പ്രക്ഷോഭത്തിലേക്ക് ഇന്നും നാളെയും മെഡിക്കൽ കോളേജിൽ അധ്യാപകർ പ്രതിഷേധിക്കും. പ്രതിഷേധത്തിന്റെ ഭാഗമായി കരിദിനം ആചരിക്കുമെന്ന് KGMSTA വ്യക്തമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകളിൽ ധർണയും DMA ഓഫീസിലേക്ക് മാർച്ചും നടത്താൻ ധാരണ ആയിട്ടുണ്ട്. പട്ടാമ്പിയിൽ പ്രകോപന പ്രസംഗവുമായി CPM നേതാവ്. പട്ടാമ്പി നഗരത്തിലെ റോഡ് പണിയാൻ തടയാൻ വന്ന പോലെ തിരിച്ചു പോകില്ലെന്നും ശരീരത്തിലെ ഇറച്ചിയുടെ അരക്കഷ്ണം തൂക്കം കുറയുമെന്നായിരുന്നു പട്ടാമ്പി ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണന്റെ ഭീഷണി. കോട്ടയം ആർപ്പൂക്കര വെക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങൾ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്റെ പ്രാഥമിക ഫോറൻസിക് റിപ്പോർട്ടുകൾ. കൂടുതൽ പരിശോധനയ്ക്കായി അസ്ഥികഷ്ണങ്ങൾ തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിനെ നടൻ ഉണ്ണി മുകുന്ദൻ നയിക്കും. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാൾ, പഞ്ചാബ്, ഭോജ്പൂരി തുടങ്ങിയ 8 ഭാഷാചിത്രങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് നവംബറിൽ നടക്കുന്ന CCLൽ മത്സരിക്കുന്നത്. GST നിരക്കിൽ വന്ന കുറവിന്റെ നേട്ടം സെപ്റ്റംബർ 20 ശേഷം ഉപഭോക്താക്കൾ ലഭിക്കുമെന്ന പ്രതീക്ഷയെന്ന് സെൻട്രൽ GST ചീഫ് കമ്മീഷണർ വ്യക്തമാക്കി. കേന്ദ്ര GSTയിലെയും കേരള GSTയിലെയും ഉദ്യോഗസ്ഥർ ഇക്കാര്യം ഉറപ്പാക്കാനായി ഉണ്ടാകും. എന്നാൽ ഇക്കാര്യത്തിനായി വിപണിയിൽ നേരിട്ട് ഇടപെടില്ലെന്നും സെൻട്രൽ GST കമ്മീഷണർ വ്യക്തമാക്കി. വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ഒരു ഹൈഡ്രജൻ ബോംബ് വെളിപ്പെടുത്തുന്നുണ്ടാകുന്ന പ്രതീക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലാകുമെന്ന് സൂചനകൾ. രാഹുൽ ഗാന്ധിയുടെ ഉന്നം വാരണാസി തന്നെയാണെന്ന് കോൺഗ്രസ് UPPCC വ്യക്തമാക്കുന്നത്. നഗരത്തിലെ റോഡുകളുടെ കുഴി അടയ്ക്കാൻ അന്ത്യശാസനവുമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. തമിഴക വെട്ടറി കഴകം പ്രസിഡന്റ് വിജയ് തള്ളി ആൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. മണിപ്പൂരിൽ നിന്ന് ആസാം റൈഫിൾസ് നേരെ ആക്രമണ സംഭവത്തിൽ 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ABVP 7 വർഷത്തിന് ശേഷം വിജയം നേടി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.